നമസ്കാരം. തൃശൂർ പൂരം കലയ്ക്കെതിരെ പോലീസ് നടപടിയിൽ ദുരൂഹതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സുരേഷ് ഗോപി വന്നിരുന്ന ആംബുലൻസിന് വേണ്ടി അന്ന് വഴിയൊരുക്കി കൊടുത്തത് ഏത് പോലീസാണ്? പൂരം എഴുന്നള്ളിപ്പിന് ബാരിക്കേഡ് കെട്ടിയ അതേ പോലീസുകാരാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി വഴി തുറന്നു കൊടുത്തത്. ശ്രീമൂല സ്ഥാനത്തും പൂരം അലങ്കോലപ്പെട്ട സമയത്തും സുരേഷ് ഗോപി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആംബുലൻസിൽ കയറുമ്പോഴുമൊക്കെ അവിടെ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ ആര് നടത്തിയെന്ന് അറിയണമെങ്കിൽ CCTV ദൃശ്യങ്ങൾ ആവശ്യമാണ്. പടിഞ്ഞാറൻ നടയിലൂടെ RSS BJP നേതാക്കൾ നടത്തിയ ജാഥ അതെന്തിനുള്ളതായിരുന്നു? അതും അന്വേഷിക്കണം. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്നും BJPക്കും RSSനും സുരേഷ് ഗോപിക്കും അതിൽ പങ്കുണ്ടെന്നും മുൻ മന്ത്രി VS സുനിൽകുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതോടെയാണ് കൂടുതൽ കാര്യങ്ങൾ വെളിയിൽ വരുന്നത്. പൂരം അലങ്കോലപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായ സമയത്തെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അത് തരാൻ പറ്റില്ലെന്നാണ് പോലീസ് പറഞ്ഞതെന്ന് തൃശൂർ രാമനിലയത്തിൽ മലപ്പുറം അഡീഷണൽ SP-യുടെ നേതൃത്വത്തിൽ വെച്ച് നടന്ന മൊഴിയെടുപ്പിൽ സുനിൽകുമാർ പറഞ്ഞിരുന്നു. സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും പോലീസിനൊപ്പം ചേർന്ന് പൂരം കലക്കാൻ മുന്നിൽ നിന്ന മറ്റുള്ളവർ ആരൊക്കെയാണെന്ന് അറിയണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പൂരം കലക്കിയ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ്. അതിൽ 4 മാസം കഴിഞ്ഞ് അന്വേഷണം ഇല്ലെന്ന നടപടി ഞെട്ടിക്കുന്നതാണ്. ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന മറുപടിയാണ്. ഇത്രയും ഗുരുതരമായ പ്രശ്നം ഈ രൂപത്തിൽ കൈകാര്യം ചെയ്തെങ്കിൽ അത് തെറ്റാണെന്നും സുനിൽകുമാർ പറയുന്നു. ശ്രീമൂല സ്ഥാനത്ത് നടന്ന മീറ്റിംഗിൽ RSS നേതാക്കൾ തള്ളിക്കയറാൻ ശ്രമിച്ചുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശ്രീമൂല സ്ഥാനത്ത് നടന്ന മീറ്റിംഗിൽ പുലർച്ചെ തന്നെ വെടിക്കെട്ട് നടത്താൻ തീരുമാനിച്ചിരുന്നു. തിരുവമ്പാടി ഓഫീസിലേക്ക് തീരുമാനം അറിയിക്കാൻ പോയതിനു ശേഷം പിന്നീട് ആ തീരുമാനം എങ്ങനെ അട്ടിമറിച്ചുവെന്ന് അദ്ദേഹം ചോദിച്ചു. വെടിക്കെട്ട് നിർത്തിവെച്ചതിലും പന്തൽ ലൈറ്റ് അണച്ചതിലും സുരേഷ് ഗോപിയെ സ്ഥലത്ത് എത്തിച്ചതിലും എല്ലാം ഗൂഢാലോചനയുണ്ട്. അതിന് ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്താനാവില്ലെന്നും ചില വ്യക്തികളാണ് പിന്നിലെന്നും സുനിൽകുമാർ പറയുന്നു. തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും ദേശത്തെ ജനങ്ങൾ പൂരം അലങ്കോലപ്പെട്ടതിൽ കുറ്റക്കാരല്ല. പൂരം അലങ്കോലപ്പെട്ടാൽ അതിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുമെന്ന് കരുതിയവർക്കൊപ്പം നിന്നവരെ കണ്ടെത്തിയില്ലെങ്കിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇത്തരം കലക്കലുകൾ ഇനിയും സംസ്ഥാനത്ത് എവിടെയും നടന്നേക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇപ്പോഴുണ്ടായതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പക്ഷം.